ഹലോ, ഇന്ന് നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് എങ്ങടാ പോണേന്ന് അറിയാവോ? അതേ, നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ. നമ്മളിതുവരെയായിട്ടും ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതേ, അതിൻ്റെ മുകളിൽ ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ ഒരു 2-3 സ്റ്റെപ്പ് കയറി, കുറച്ച് സ്റ്റെപ്പ് കയറിയതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ അത് അവരുടെ യൂണിഫോമാണ്. അത് പടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാട്ടറിൽ ഇറങ്ങാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറച്ച് അധികം സ്റ്റെപ്പുകൾ കയറണം. നമ്മുടെ മണിച്ചിത്രത്താഴിലെ പാലസിലെ സ്റ്റെപ്പുകൾ പോലത്തെയാണ്. മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ്. ചവിട്ടുമ്പോൾ ഡും 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 എന്നും പറഞ്ഞ ഒച്ചയൊക്കെ കേൾക്കും. ഇതവർ ടവർ ബ്രിഡ്ജ് പണിയാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് കേട്ടോ. ചെറിയൊരു സ്ക്രൂ പോലും അവർ കളഞ്ഞിട്ടില്ല. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈയും കാലും നോക്കാണ്ട് അവിടെ തൂക്കിയിട്ടേക്കുന്ന സാധനത്തിൽ നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. ഒരുപാട് നടക്കാനുണ്ട്. കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ അത്. അപ്പോൾ ആ നിൽക്കുന്നവരാണ് നമ്മുടെ ഈ ടവർ ബ്രിഡ്ജ് നിർമ്മിച്ചത് കേട്ടോ. എൻജിനീയറും ആർക്കിടെക്റ്റും ആണ്. ജോൺ വോൾഫ് എന്നും ഹൊറൈസ് ജോൺ എന്നുമാണ് പേര്. 1894 ഈ ടവർ ബ്രിഡ്ജ് പണിതത്. പണി പൂർത്തിയായത്, തുടങ്ങിയത് 1886 അങ്ങനെ കുറച്ച് 8 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും മുകളിലെത്തി ടവർ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ലണ്ടൻ്റെ ഫുള്ള് കാണാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ തേംസ് നദിയാണ്. തേംസ് നദിയിൽ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളത്തിൽ കാണുന്നത്. കാരണം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും വെള്ളമൊന്നും കാണില്ല. ഭയങ്കരമായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിൽ കൂടെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേനും നല്ല കാഴ്ച കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻജിൻ റൂമിലേക്കാണ് പോണത്. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻജിൻ റൂമിലേക്ക് പോയി. താഴെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ബൈ.